ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ബെഡ്റൂം ചെയ്യുന്ന സമയത്ത് ബെഡ്റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലായിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ സിസ്റ്റമോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ, കുട്ടികൾ പഠിക്കുന്നതിന് വേണ്ടി സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്വിച്ച് ബോർഡ് കൊടുത്തതിന് ശേഷം അവിടെ എങ്ങനെ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള വയറിങ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 4 മോഡ്യൂളുടെ മെറ്റൽ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. 4 മോഡ്യൂളുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. 4 മോഡ്യൂൾ എന്ന് ഉദ്ദേശിച്ച ഒരു സ്വിച്ചിനെയാണ് ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ 4 മോഡ്യൂൾ എന്ന് പറയുമ്പോൾ 4 സ്വിച്ച് നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 4 സ്വിച്ച് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് മെയിനായിട്ട് ഒരു ലൈറ്റ് മുകളിൽ വരുന്നുണ്ട് കണ്ടോ. അത് നമ്മൾ സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ സിസ്റ്റം വയ്ക്കുന്ന സമയത്ത് മുകളിൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ലൈറ്റിന് ഒരു സ്വിച്ച് നമ്മൾ കൊടുത്തു. ബാക്കി 3 സ്വിച്ചാണുള്ളത്. ബാക്കി 3 സ്വിച്ചിൽ ഒരു സ്വിച്ചും ബാക്കി 2 മോഡ്യൂൾ വരുന്നതിൽ ഒരു പ്ലഗ് സോക്കറ്റുമാണ് ഇടുന്നത്. ഒരു പ്ലഗ് സോക്കറ്റ് എന്ന് പറയുമ്പോൾ അത് 2 മോഡ്യൂളായിട്ടാണ് കണക്കൂട്ടുന്നത്. അപ്പോൾ ടോട്ടൽ ലൈറ്റിൻ്റെ സ്വിച്ചും വരുന്നുണ്ട്, ഒരു സ്വിച്ചും പ്ലഗും കൂടി വരുന്നുണ്ട്. അപ്പം ടോട്ടൽ 4 മോഡ്യൂൾ ഫില്ലായി കഴിഞ്ഞു. ഈ 4 മോഡ്യൂളാണെന്ന് അതിന് വേണ്ടിയിട്ടുള്ള കൺസീൽഡ് ബോക്സാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി അതിൽ വലിക്കുന്ന സർക്യൂട്ടുകളാണ് നമ്മൾ നോക്കുന്നത്. മെയിനായിട്ട് നമ്മൾ വലിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടിൽ വരുന്നതെന്ന് വെച്ചാൽ ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. ഇനി നമുക്ക് വേണം സിസ്റ്റം കാര്യങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ UPSും ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാം തന്നെ ഇൻവെർട്ടർ സിസ്റ്റം വിത്ത് UPS സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ്, അതായത് കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് UPS വെക്കേണ്ട കാര്യമില്ല. അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ മോഡലുകൾ ഇൻവെർട്ടർ സിസ്റ്റം UPS കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ആ UPSൻ്റെ മോഡിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ UPS വെക്കുന്നതിന് സെയിം തന്നെ, അതായത് കറണ്ട് പോകുന്നത് നമ്മൾ അറിയുക പോലും ഇല്ല. അപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഷട്ട് ഡൗൺ ആയി പോവില്ല, അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഇൻവെർട്ടറിൻ്റെ വയർ, അതായത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇതാണ് കോമൺലി വരുന്നത്. ഇനി അത് കൂടാതെ ഒരു ഇൻവെർട്ടറിൻ്റെ വയർ കൂടി നമ്മൾ വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലഗ് നമുക്ക് വേണമെങ്കിൽ ഇൻവെർട്ടർ സെക്ഷനിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ 4 വയർ വലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇൻവെർട്ടർ സെക്ഷൻ, ഈ 4 വയർ വലിച്ചാൽ നമുക്ക് ഇൻവെർട്ടർ വേണമെങ്കിൽ ഇൻവെർട്ടർ യൂസ് ചെയ്യാം. അതല്ല ഇൻവെർട്ടർ ആവശ്യമില്ലെങ്കിൽ ആ വയർ അതിൻ്റെ അകത്ത് കൊടുത്തേക്കാം, അകത്ത് ഇട്ടാൽ മതി. ബാക്കി സാധാ ഫേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇനി സെപ്പറേറ്റ് ഇൻവെർട്ടർ വെക്കണം, സിസ്റ്റത്തിന് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇൻവെർട്ടർ നമുക്ക് അവിടെ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് വലിക്കുന്ന സമയത്ത് നമുക്കൊരു 2.5 അല്ലെങ്കിൽ 1.5ൻ്റെ സർക്യൂട്ടോ വലിച്ചാൽ മാത്രം മതി. 1.5 സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുന്നതിന് 1.5 ധാരാളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സിസ്റ്റം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒരു 1.5 സർക്യൂട്ട് വരുന്നുണ്ട്. ഫേസ്, ന്യൂട്രൽ, എർത്ത്, അതുപോലെ തന്നെ ഇൻവെർട്ടർ സെക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മുടെ റൂമുകളിലൊക്കെ, നമ്മുടെ വീടുകളിൽ ബെഡ്റൂമിൻ്റെ അകത്ത് നമുക്കൊരു സിസ്റ്റം വയ്ക്കണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വയ്ക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വലിക്കേണ്ട വയറുകൾ എങ്ങനെയാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടിക്കാണും. അതുപോലെ തന്നെ വയ്ക്കേണ്ട ബോക്സ് എത്രയാണ്, കൺസീൽഡ് ബോക്സ് എത്രയാണ്, ഇനി നമ്മൾ കൊടുക്കേണ്ട മോഡുലാർ സ്വിച്ച് ഏതൊക്കെയാണെന്ന്, മോഡുലാർ സ്വിച്ചുകൾ പല ടൈപ്പുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.